ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും വായിക്കുവാൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ഒരു ചെറിയൊരു റീക്യാപ്പ് എടുക്കാം. കാരണം നമുക്ക് ഇന്ന് കുറച്ച് ഏറെ ഭാഗം കവർ ചെയ്യാനുണ്ട്. എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത് ഈ വെളിപാടിൻ്റെ ഈ പുസ്തകം റെവലേഷൻ എന്ന വാക്ക് വരുന്നത് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ അപ്പോക്കാലിപ്സ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മറഞ്ഞു കിടക്കുന്ന എന്തിനെ വെളിപ്പെടുത്തുന്നത്. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ജ്ഞാനം പകരുന്നു. അത് ആരുടെ ആ മനസ്സുകളിൽ നിന്ന് തന്നെ എന്തൊക്കെയോ മറഞ്ഞത് മാറുകയാണ്. അപ്പം ഇവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യോഹന്നാനും ഈ 7 സഭകൾക്കും ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ദൈവം തുറന്നു കൊടുക്കുകയാണ്. യെസ്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും തീർച്ചയായും അതിലുണ്ട്. എന്നാൽ പ്രധാനമായും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടാണ്. അപ്പോൾ ഇതൊരു തുറന്ന പുസ്തകമാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ ബുക്ക്. ഇത് ദൈവത്തിൻ്റെ ജനത്തിനെക്കുറിച്ചും സഭയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു പുസ്തകം തന്നെയാണ്. യോഹന്നാൻ്റെ ഈ പ്രവചന പുസ്തകം, വീണ്ടും ഞാൻ പറയുന്നു, അതിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ ഉദ്ദേശം എല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട് തന്നെയാണ്. പലപ്പോഴും എല്ലാവർക്കും വെളിപാട് അവർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുവാൻ. പക്ഷേ വെളിപാടിൻ്റെ ഏത് ചാപ്റ്റർ എടുത്താലും വെളിപാടിന് 1 തൊട്ട് 3 പറയുന്നു യേശു ക്രിസ്തു ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ മഹത്വമുള്ള പുരോഹിതനും രാജാവുമാണ്. അവൻ തൻ്റെ 7 സഭകൾ അല്ലെങ്കിൽ തൻ്റെ സഭകളോട് ശുശ്രൂഷിക്കുന്ന രാജാവായിട്ടാണ്. 4 മുതൽ 5 വരെ കാണുന്നത് യേശു ക്രിസ്തു മഹത്വമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് സിംഹാസനത്തിൽ വാഴുന്നതായിട്ടാണ്. വെളിപാടിന് 6 തൊട്ട് 18 വരെ ഈ ലോകത്തിനെ വിധിക്കുന്ന ഒരു വിധികർത്താവായിട്ടാണ് യേശുക്രിസ്തു നിൽക്കുന്നത്. 19 വീണ്ടും ഈ ഭൂമിയിലേക്ക് രാജാവായി തിരിച്ചു വരുന്ന ഒരു ഭാഗമാണ് വെളിപാടിൻ്റെ 19. 19 തൊട്ട് 22 കുഞ്ഞാടിൻ്റെ കല്യാണം, പിശാചിൻ്റെ തോൽവി, പുതിയ ഭൂമിയും പുതിയ ആകാശവും, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ ഒരു ചാപ്റ്ററോ യേശുക്രിസ്തു കൂടാതെ ഇതിലൊന്നും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതിൽ യാതൊരു കാര്യമില്ല, യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഇതിലെ ഓരോ പുസ്തകവും ഓരോ പേജും യേശു ക്രിസ്തുവിൽ കൂടെ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കണം, അല്ലെങ്കിൽ പഠിക്കുവാൻ സാധിക്കണം. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി വരാനിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, നമ്മൾ ഇത് ആരാണ് എഴുതിയത് എന്നാണ് നമ്മൾ പിന്നീട് നോക്കിയത്, അല്ലേ? ഇത് എഴുതിയത് യോഹന്നാൻ ആണെങ്കിലും ഇതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. യോഹന്നാൻ കണ്ടത് എഴുതിയിടുക എന്ന് മാത്രമായിരുന്നു. അപ്പോൾ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യോഹന്നാൻ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. പത്മോസ് ദ്വീപിൽ നിന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇത് ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന ആ രാജ്യത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു ഐലൻഡാണ്. ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മോണസ്ട്രി പണിതിട്ടുണ്ട്. യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ ഇരുന്ന ആ ഭാഗത്തൊരു മോണസ്ട്രി ഉണ്ട്. നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പോയി കാണുവാനും അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ പത്മോസ് ദ്വീപ് നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ആ 7 സഭകൾ തന്നെയാണ്. ഇന്നും തുർക്കി എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ ആ യഥാർത്ഥ ഇങ്ങനെ സഭകൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പലയിടത്തും അവിടെ ഉണ്ടായിരുന്ന സഭകളുടെ റിമെയിൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ 7 സഭകളും വെറും ഒരു തോന്നലൊന്നുമല്ല, അങ്ങനെ യഥാർത്ഥത്തിൽ ആ 7 സഭകൾ ഉണ്ടായിരുന്നു. ഇത് എഴുതുന്നത് ഏകദേശം AD 95 ഈ ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ എംപററുടെ കാലത്താണ്. ഏകദേശം 10 വർഷം യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് യോഹന്നാൻ ഈ വെളിപാട് എഴുതുന്നത്. അതിനുശേഷം 96 ഡൊമീഷ്യൻ മരിക്കുകയും യോഹന്നാൻ അവിടുന്ന് ഹി വാസ് റിലീസ്ഡ്. എന്നാൽ യോഹന്നാൻ തിരിച്ച് എഫെസസ് ചർച്ചിൽ വന്ന് അവിടെ കുറേ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അവിടെ തന്നെയാണ്, എഫെസസിൽ തന്നെയാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വെളിപാട് പഠിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോട്ട്ബുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകൾ അതെല്ലാം എഴുതിയിടുക. അതിലെല്ലാം ഉപരി ദൈവത്തിൻ്റെ ആത്മാവിനോട് വെളിപാടിൻ്റെ ആത്മാവിനെ തരുവാൻ ചോദിക്കുക. കാരണം ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 സഭകൾക്കായിരുന്നു. അവിടെ 7 സഭകളിൽ വളരെ സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ് ഇരിക്കുന്നത്. അത് വചന പണ്ഡിതന്മാരല്ല.
അപ്പം യോഹന്നാനോട് ഈ 7 സഭകളോട് എഴുതാൻ പറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അവർക്ക് മനസ്സിലാവും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവിനുള്ള ഏത് വ്യക്തിക്കും അത് മനസ്സിലാകും, അല്ലെങ്കിൽ മനസ്സിലാകാൻ സാധിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് അറിയായിരുന്നു. അതുകൊണ്ട് അത് ആദ്യം പലപ്പോഴും നമ്മൾ വെളിപാട് മാറ്റിവെക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പുസ്തകമാണ്, ഇത് വായിച്ചാൽ മനസ്സിലാകില്ല എന്നാണ് വിചാരിച്ചാണ്. അങ്ങനെയല്ല, 7 സഭകൾക്കും ആ സഭയിലുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതൊരു കോഡഡ് ബുക്കാണോ? അതെ. ഇതിൽ രഹസ്യങ്ങളുണ്ടോ? ഉണ്ട്. മിസ്റ്ററീസ് ഉണ്ടോ? ഉണ്ട്. അത് പക്ഷെ ബൈബിൾ തന്നെ നമുക്ക് തുറന്നു തരും. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അതിൻ്റെ പുറകെ സമയമെടുത്ത് പഠിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അത് മനസ്സിലാക്കുവാനുള്ള കൃപയും അതിനുള്ള എക്സ്പ്ലനേഷൻ ബൈബിൾ തന്നെ നമുക്ക് തരിക തന്നെ ചെയ്യും. നമുക്കത് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അപ്പം വെളിപാടിൻ്റെ 1 മുതൽ 3 വരെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നോക്കിയത്. യേശു ക്രിസ്തുവിൻ്റെ വെളിപാട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണ്. അല്ലാതെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇത് മെയിനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പം യോഹന്നാന് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ വെളിപാട് ആർക്ക് കൊടുത്താണ്? യേശു ക്രിസ്തുവിന് തന്നെ. യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് പിതാവ് യേശു ക്രിസ്തുവിന് തന്നെ കൊടുക്കുന്നു. യേശു ക്രിസ്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അപ്പം ഇത് വളരെ മനോഹരമായ ഒരു ബ്ലെസ്സിങ് ആണ്. വേറെ ഒരു പുസ്തകത്തിലും കാണാത്ത ഒരു പ്രത്യേക ബ്ലെസ്സിങ് ആണ്. ഇത് വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർക്ക് ഭാഗ്യവാന്മാർ. അപ്പം 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വായിക്കണം, നമ്മൾ കേൾക്കണം, കേട്ട് കഴിഞ്ഞിട്ട് അത് പ്രമാണിക്കണം. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മുടേതേ ആവും. ഓരോ സഭയിലും ഇത് ഓരോരുത്തരെ ഏൽപ്പിക്കുകയും ഓരോരുത്തരെ എണീച്ചിരുന്ന് വായിക്കുകയും മറ്റുള്ളവർ, സഭയുടെ മറ്റ് അംഗങ്ങൾ അത് കേൾക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തിട്ട് അതനുസരിച്ച് അവരുടെ ജീവിതങ്ങൾ മാറ്റുവാൻ വേണ്ടിയായിരുന്നു. അവരുടെ ആ ഓരോരോ സഭയ്ക്ക് മാത്രമുള്ള ലെറ്റർ അവർ മാത്രമല്ല വായിക്കുന്നത്, ഈ ബാക്കിയുള്ള 7 സഭയിലെ ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. എന്നിട്ട് അപ്പോൾ അവർക്ക് എല്ലാം ചെക്ക് ചെയ്യാം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു സഭയുടെ കാര്യങ്ങൾ ആ സഭയിൽ മാത്രം നോക്കുക എന്നുള്ളതല്ല, അവർ 7 സഭകളെ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് അവരെ തന്നെ ശോധന ചെയ്തു. ഓക്കെ, ഇനി 4 മുതൽ. ഓക്കെ, യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്ന, ഈ ഏഷ്യ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് അത് തുർക്കിയാണ്, അല്ല ഇന്നത്തെ കാലത്തെ ഏഷ്യ അല്ല. ആ കാലത്തെ ഏഷ്യ എന്ന് പറയുന്നത് ഏകദേശം തുർക്കിയിൽ തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. ഇവിടെ ആദ്യം പറയുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ, the one who is, the one who was, the one who is to come. അതായത് സമയത്തിന് യാതൊരു രീതിയിൽ he is eternal God. ഇത് പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഇത് പിതാവിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. പിതാവിനെ കുറിച്ചാണ് ഈ യോഹന്നാൻ ഇവിടെ എഴുതുന്നത്. ഈ പിതാവിൻ്റെ പേര് യഹൂദർ അവരെ വായിൽ പോലും എടുക്കത്തില്ല. യാഹുവേ എന്ന് പൂർണ്ണമായി അവരുടെ നാവിൽ എടുക്കത്തില്ല. ആ പേര് എടുക്കാൻ പാടില്ല. അത്രയും ഹോളി ആയിട്ടുള്ള വിശുദ്ധമുള്ള നാമമാണ്. അത് അവരുടെ നാവിൽ പൂർണ്ണമായി എടുക്കുവാൻ അവർ യോഗ്യരല്ല എന്ന് വിശ്വസിക്കുന്നു. അവരിങ്ങനത്തെ പേരുകളാണ് അവരെപ്പോഴും പറയുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ, അതായത് ദ പാസ്റ്റ്, ദ പ്രസന്റ്, ദ ഫ്യൂച്ചർ, ഇത് 3ഉം നമ്മുടെ പിതാവിൻ്റെ കയ്യിലാണ്. നമുക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. ഇത് 3ഉം ഈ കയ്യിൽ വെച്ചിരിക്കുന്നത്, ഇതിൽ മുന്നിൽ അധികാരമുള്ളത്, ഇതിന്മേൽ പൂർണ്ണ അധികാരമുള്ളത് പിതാവിന് ആണ്. പിതാവിൻ്റെ കയ്യിലാണ് നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇതെല്ലാം അറിയുന്ന, സമയത്തിന് അതീതമായ ഒരു പിതാവാണ് ഇവിടെ. അപ്പോൾ ഇരിക്കുന്നതും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ചിലര് ഇത് പരിശുദ്ധാത്മാവല്ല, ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, ഇത് ദൈവത്തിന്റെ സന്നിധിയിലുള്ള 7 ആത്മാവാണ് എന്നും പറയാറുണ്ട്. പക്ഷേ നമുക്ക് 2 വാക്യങ്ങൾ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡി ചെയ്യണം. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളും പേഴ്സണൽ സ്റ്റഡി ചെയ്യുക.
വെളിപാടിന്റെ 4-ാം അധ്യായം 5-ാം വാക്യം ഒരു കാര്യം പറയുന്നുണ്ട്. വെളിപാട് 4-ാം അധ്യായം 5-ാം വാക്യം, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ പറയുന്നത് ഇത് 7 ആത്മാവാണ് ദൈവത്തിന്റെ, അത് പരിശുദ്ധാത്മാവല്ല. ചിലർ പറയുന്നു ഇത് ഏഞ്ചൽസ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായം, ഇത് ഏഞ്ചൽസ് അല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആ ത്രിത്വ ദൈവത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ആദ്യം പറയുന്നത് പിതാവിനെ കുറിച്ചാണ്, രണ്ടാമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, മൂന്നാമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ 3 പേരുടെയും പേരിൽ ഒന്നിച്ച് ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഏഞ്ചൽസിനെ കുറിച്ചോ ദൂതന്മാരെ കുറിച്ചോ എങ്ങും പറയാറില്ല. അതായത് ഈ 3 ത്രിത്വ ദൈവത്തിന് സമമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ദൂതന്മാരുടെ പേര് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത് തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവ്, അത് ഏഞ്ചൽസ് അല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ 7 ഭാഗങ്ങളായിട്ട് കാണണം. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആദ്യം പിതാവിന്റെ പേര് പറയുന്നു, രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ പേര് പറയുന്നു, മൂന്നാമത് പുത്രന്റെ പേര് പറയുന്നു. ഐ ഫീൽ ദാറ്റ് ഇസ് എ പാറ്റേൺ. അപ്പൊ ഈ 7 ആത്മാവ്, പരിശുദ്ധാത്മാവിന് 7 ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ അത് യെശയ്യാവ് 11:2 നിങ്ങൾക്കറിയാം, നമുക്ക് പെട്ടെന്ന് വായിക്കാം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അല്ലെ? അപ്പൊ ഈ നിങ്ങൾ പടം കാണുവാണെങ്കിൽ സ്ക്രീനിൽ കണ്ടോ, ആ മെന്നോറ കണ്ടോ, അതിൽ നടുക്കിരിക്കുന്ന തണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ്. അതിന്റെ 3 വശത്ത് ഉള്ള, ഇരുവശത്തുമുള്ള 3 ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഇനി ഈ വെളിപാടിൽ നിങ്ങൾക്ക് 7ന്റെ കണക്ക് എത്ര വട്ടം 7ന്റെ കണക്ക് വരുന്നത് നമുക്ക് എണ്ണുവാൻ പോലും സാധ്യമല്ല. ഏകദേശം 100-ൽ പരം കഴിയുമ്പോൾ നമ്മൾ നിർത്തും. കാരണം നമുക്ക് വളരെ പ്രത്യക്ഷമായ കുറെ ഡിസൈൻ കാണും. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കും തോറും 7ന്റെ കണക്ക് വീണ്ടും 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 കണ്ടുകൊണ്ടിരിക്കും. വളരെ സട്ടിലാണ്, പക്ഷെ നമ്മൾ പഠിക്കും തോറും 7ന്റെ കണക്ക് കാണും. ഇവിടെ വീണ്ടും 7ന്റെ ഒരു കണക്കാണ്, 7 ആത്മാവാണ്. അപ്പം നടുക്കിരിക്കുന്നത്, ആ നടുക്കത്തെ തണ്ട ദൈവത്തിന്റെ ആത്മാവ്, 3 വശത്തും ഇരുവശത്തുമുള്ള 3 തണ്ടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 7 സ്വഭാവങ്ങൾ എന്ന് വേണം കരുതാൻ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടുതൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അറിയിക്കുക. പക്ഷേ ഐ ഫീൽ അത് 7 ഏഞ്ചൽസ് അല്ല, അത് ദൈവത്തിന്റെ ആത്മാവിന്റെ 7 ഭാഗങ്ങൾ തന്നെ. ഓക്കെ. 5, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കണ്ടോ, ഈ ആദ്യം ദൈവത്തിന്റെ പിതാവിനെ കുറിച്ച് സംസാരിച്ചു, രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചു, 3 യേശു ക്രിസ്തുവിനെ സംസാരിക്കുകയാണ്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. ഈ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. അതായത് മരിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റു എന്ന നമ്പർ 1 എന്നുള്ള രീതിയിലല്ല, അതൊരു ടൈറ്റിലാണ്. ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ, അല്ലെ? അതായത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 17, കൊലോസ്യർ 1-ന്റെ 15 മുതൽ 17. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നത് ടൈറ്റിലാണ്, ആദ്യജാതൻ. അതായത് ദൈവത്തിന്റെ പ്രതിരൂപമാണ്, പിതാവിന്റെ പ്രതിരൂപമാണ്. അതാണ് കുറച്ച് കഴിയുമ്പോൾ പിതാവിന്റെ അതേ നാമം പുത്രനും വരുന്നുണ്ട്. ആൽഫയും ഒമേഗയും എന്ന് പഴയ നിയമത്തിൽ എപ്പോഴും പിതാവിന് കൊടുത്ത നാമമെങ്കിൽ വെളിപാട് എത്തുമ്പോൾ അതേ നാമം പുത്രന് കൊടുക്കുകയാണ്. കാരണം എന്തുവാ? അദർശനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് യേശു ക്രിസ്തു. സർവസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ നമുക്ക് ഒരു മേഖലയിലും ഒരു കാര്യത്തിലും മാറ്റിവെക്കുവാൻ സാധ്യമല്ല. അത് പിതാവിന്റെ നിർബന്ധമാണ്. അല്ലാതെ നമുക്ക് യേശു ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് വേറൊരു രീതിയിൽ സ്വർഗത്തിൽ കയറാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. പിതാവ് അത് അനുവദിക്കുന്നുമില്ല. അപ്പോൾ 6-ാം അധ്യായം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും
പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം ബലവും ആമേൻ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം ഓർമ്മ വരേണ്ടതുള്ളൂ, ആ കുരിശ്. ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും യേശുക്രിസ്തു ആ ക്രൂശിന്മേൽ തന്ന ആ വിലയാണ്. അല്ലാതെ യേശുക്രിസ്തു വെറും ഐ ലവ് യു എന്ന് പറയുന്നതല്ല ഈ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ കാണിച്ചു തന്നത് ആ ക്രൂശിൽ ചെയ്ത യാഗത്തെ കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും അന്യോന്യം ഐ ലവ് യു, എനിക്ക് വളരെ ഇഷ്ടമാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് അത് വളരെ സൂപ്പർഫിഷ്യലാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് ആ കൈ ചൂണ്ടുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രൂശിലെ ആ മഹായാഗത്തെ തന്നെയാണ്. അപ്പൊ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. അതാണ് ദൈവസ്നേഹം. തന്റെ പിതാവായ ദൈവത്തിന് നമ്മളെ ഒരു പൊസിഷൻ തരികയാണ്. ഇനി ശ്രദ്ധിച്ചോണം, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർന്നു. നമുക്ക് ഹി ഹാസ് മേഡ് us എ കിങ്ഡം. നമ്മൾ ഒരു കിങ്ഡമായി. കിങ് മാത്രമല്ല, ഒരു കിങ്ഡം. നമ്മൾ ആ രാജ്യത്തിന് യോഗ്യരായി. രാജ്യവും പുരോഹിതന്മാരും രണ്ട് കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഉള്ളത് ബൈബിളിൽ 3 പേർക്കേ ഉള്ളൂ. ഒന്ന് മെൽക്കിസദേക്കിന്, ഹി വാസ് എ പ്രീസ്റ്റ് ആൻഡ് എ കിങ്. രാജാവും പുരോഹിതനുമായത് 1 മെൽക്കിസദേക്ക്, 2 യേശു ക്രിസ്തു, 3 നമ്മൾ ദൈവ മക്കൾ. ഈ 3 കൂട്ടർക്ക് ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് 1 പത്രോസ് 2:9 വായിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം തിരിഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. രാജകീയ പുരോഹിത വർഗം. അപ്പൊ നമ്മൾ ഒരു പുരോഹിതനായി അത് കഴിഞ്ഞിട്ട് ഒരു രാജാവുമാണ്. നമുക്കൊരു രാജ്യം തരികയാണ്. ആരുടെ രാജ്യമാണ്? യേശുക്രിസ്തുവിന്റെ രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് കയറണമെങ്കിൽ നമ്മൾ ആദ്യം പുരോഹിതന്മാരാവണം. പുരോഹിതൻ ആവണമെങ്കിൽ പുരോഹിതൻ ആണെങ്കിൽ പുരോഹിതരെ സംബന്ധിച്ച് വിശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൻ്റെ വിശുദ്ധിയുടെ അങ്കി അത് കാത്തു സൂക്ഷിക്കുക. നമുക്ക് ആദ്യം അത് യോഗ്യനില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആ വിശുദ്ധിയുടെ അങ്കി നമുക്ക് ലഭിക്കുകയും അത് പിന്നെ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. കാരണം ഇത് കൂടാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും നഷ്ടപ്പെടാനുണ്ട്. പലപ്പോഴും നമ്മുടെ ചിന്ത അതിലല്ല, പലപ്പോഴും നമ്മുടെ ടീച്ചിങ്സ് അതിലല്ല, പലപ്പോഴും നമ്മൾ വേറെ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ തേടി പോകുമ്പോഴും നമ്മുടെ വിശുദ്ധിയുള്ള ഈ അങ്കി സൂക്ഷിക്കുവാനോ കഴുകി വൃത്തിയാക്കുവാനോ നമ്മൾ കൂട്ടാക്കാറില്ല. നമ്മുടെ ചിന്ത വേറെ എവിടെയോ ആണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന് വെയിറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും രാജാവിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണെങ്കിൽ ഈ രാജാവ് ചോദിക്കുക തന്നെ ചെയ്യും, നിന്റെ വിശുദ്ധ അങ്കിയിൽ ഉണ്ടായ കറ എവിടെ നിന്ന്? അതിന്റെ പേരിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഓരോ സമ്മാനങ്ങളും, ഓരോ റിവാർഡും, ഓരോ ഇൻഹെറിറ്റൻസും. അതല്ലെങ്കിൽ അതല്ലാതെ പഠിപ്പിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. കൃപ കൊണ്ടാണോ നമ്മൾ കയറുന്നത്? തീർച്ചയായും. കൃപ കഴിഞ്ഞിട്ട് ഈ കൃപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഇവിടെ കൊണ്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്നെ ഒരു പുരോഹിത വർഗമാക്കി, ഒരു രാജകീയ പുരോഹിത വർഗമാക്കി, എന്റെ നീതിയുടെ അങ്കി നിനക്ക് തന്നപ്പോൾ അത് എന്തുകൊണ്ട് നീ സൂക്ഷിച്ചില്ല? അതൊരു ചോദ്യം തന്നെയാണ്. നമുക്കതിലേക്ക് തിരിച്ചു വരാം. അപ്പം നമുക്കൊരു പൊസിഷൻ തന്നിരിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ രാജ്യത്തിന് യോഗ്യരാക്കി തീർത്തു തന്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഈ പുരോഹിത വർഗം, രാജകീയ പുരോഹിത വർഗം വളരെ ഇമ്പോർട്ടന്റ് ആണോ? നമുക്ക് വരാം. കാരണം ഇത് കൂടാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതാണ് വെളിപാട് പറയുന്നത്. 7-ാം വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. അതായത് ഇത് യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചാണ്. റാപ്ചർ അല്ല. റാപ്ചറിൽ അവന് കള്ളനെ പോലെ വരുന്നതെന്നാണ് പറയുന്നത്. ആരും അറിയുന്നില്ല അവൻ വന്ന് തന്റെ ജനത്തിനെ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ എല്ലാ കണ്ണും കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കുറിച്ച് ഏഷണി പറഞ്ഞവരും അവനെ തള്ളിക്കളഞ്ഞവരും എല്ലാ ഗോത്രങ്ങളും
അത് കാണും. അത് കാണുമ്പോൾ അവർ ഓർത്ത് വിലപിക്കും, നമ്മൾ ഇവനെയാണല്ലോ ക്രൂശിച്ചത്, ഇവനെയാണല്ലോ തള്ളിക്കളഞ്ഞത്, ഇവന്റെ ജനത്തിനെയാണല്ലോ നമ്മൾ തല്ലിയത്, നമുക്കുള്ള ആ ചാൻസ് പോയി, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി പോയി. ഇത് സത്യമായിരുന്നു. ഈ രാജാവിനെ കുറിച്ച് അവർ പറഞ്ഞത്, ഈ ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ദൈവമക്കൾ വിളിച്ചു പറഞ്ഞത്, നമ്മളെ ഓൺ ചെയ്തത് സത്യമായിരുന്നു. നമ്മളത് ഒരുങ്ങിയില്ല, നമ്മൾ തിരിച്ചറിഞ്ഞില്ല, നമുക്ക് കിട്ടിയ ഓരോ സാഹചര്യവും നമ്മളത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്ന് തള്ളപ്പെട്ടു. ഓക്കെ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞു, പിതാവിനെ വെച്ചിരുന്ന ഒരു ടൈറ്റിലാണ്, ഇപ്പോൾ അത് മകന്റെ കയ്യിലാണ് ഇരിക്കുന്ന ആ ടൈറ്റിൽ. രണ്ടുപേർക്കും ഒരേ ടൈറ്റിൽ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ ഭൂമിയിലും സകലത്തിനുമേൽ അധികാരം പിതാവ് ഇപ്പോൾ മകന് കൊടുക്കുന്നു. ആ ടൈറ്റിലും മകന് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇന്നു മുതൽ നീയാണ്, അല്ലെങ്കിൽ ആൽഫയും ഒമേഗയും നീയാണ്, എൻ്റെ അതേ പ്രതിരൂപമായ യേശു ക്രിസ്തു. ഇത് നമുക്ക് എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടോ? നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നുമില്ല. ഈ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ഏതിന്റെ തുടക്കവും ഏതിന്റെ അവസാനവും ഒരു സർക്കിൾ പോലെ വിചാരിക്കുക. അതിന്റെ എവിടെ തുടക്കം വെച്ചാലും എവിടെ അവസാനം വെച്ചാലും അത് ക്രിസ്തുവിൽ തന്നെ വന്ന് നിൽക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും അവൻ തന്നെയാണ് ആൽഫയും ഒമേഗയും. അവനിൽ കൂടാതെ ഒരു തുടക്കമില്ല, അവനിൽ കൂടാതെ ഒരു അന്ത്യവുമില്ല. ഹി ഈസ് ആൽഫ ആൻഡ് ഒമേഗ ഓഫ് അവർ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനം യേശുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായി. അപ്പം നിങ്ങളുടെ സഹോദരനാണ്. അവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ ചേർത്ത് വായിക്കണം: കഷ്ടത, രാജ്യം, സഹിഷ്ണുത. അതുപോലെ അതൊരു ചേർന്ന് പോകുന്ന ഒരു 3 വാക്കുകളല്ല. കഷ്ടതയും ദൈവരാജ്യവും സഹിഷ്ണുതയും. ഒരു കാര്യം ഉറപ്പിക്കാം, വെറുതെ അല്ല ഇവർ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചത്. ഓരോരോ അപ്പോസ്തലന്മാരും 12 അപ്പോസ്തലന്മാരിൽ 11 അപ്പോസ്തലൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ അപ്പോസ്തലൻ ഏകനായി പത്മോസ് ദ്വീപിൽ ഇരിക്കുകയാണ്. എന്നാൽ യാതൊരു ഭ്രമവും കൂടാതെ, മനസ്സ് മടക്കാതെ ആ കഷ്ടതയിലും ദൈവരാജ്യത്ത് തന്നെയാണ് ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ഞാൻ നരകത്തിലല്ല, ഞാൻ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കഷ്ടതയിൽ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു യോഹന്നാനല്ല. 10 വർഷം ആ തടവിൽ നിന്നിട്ടും പറയുന്നു, ഞാൻ ദൈവരാജ്യത്തിൽ തന്നെയാണ്. ഈ കഷ്ടത അനുഭവിക്കുന്നത് എന്റെ ദൈവത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയും ഈ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് സഹിഷ്ണുത കൂടിയേ പറ്റുള്ളൂ. സഹിഷ്ണുത ഇല്ലാത്തവർ, സ്റ്റാമിന ഇല്ലാത്തവർ, എൻഡ്യൂറൻസ് ഇല്ലാത്തവർ ആ രാജ്യത്ത് കയറാൻ ബുദ്ധിമുട്ടും. ഈ വെറുതെയല്ല അവർ അപ്പോസ്തലന്മാരായത്, വെറുതെയല്ല അവർ 12 തൂണുകളാവുന്നത്, വെറുതെയല്ല അവർ 12 ഫൗണ്ടേഷൻ ആവുന്നത്. ദൈവത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും ആ ദൈവരാജ്യത്തിന് വേണ്ടി സന്തോഷത്തോടെ ഏൽക്കുന്ന ഈ അപ്പോസ്തലന്മാരാണ് നമ്മുടെ സഭയുടെ ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവമിട്ട ഈ അപ്പോസ്തലന്മാരാണ്. ഇവര് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത് ചില്ലറയല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ എങ്ങനെയായിരിക്കും ആ 10 വർഷം കഴിച്ചു കൂട്ടിയത്? കാരണം എന്നെ ചിന്തിപ്പിച്ചത്, ബാക്കിയുള്ള 11 അപ്പോസ്തലന്മാരും മരിച്ചു. അപ്പൊ യോഹന്നാൻ ഒരു പക്ഷേ മരിച്ചിരുന്നെങ്കിൽ അതിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ മരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ വേദനയായിരിക്കും 10 വർഷം തടവിൽ നിൽക്കുക എന്നുള്ളത്. മറ്റവർ മരിച്ചു, അവര് ക്രിസ്തുവിന്റെ പക്കൽ എത്തി. യോഹന്നാനോ മരിക്കുന്നില്ല. യോഹന്നാൻ അവിടെ 10 വർഷം പത്മോസ് ദ്വീപിൽ കഠിന തടവിലാണ്. എങ്ങനെ ആ മനസ്സ് മടുത്തു പോകാതെ ആ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി ദൈവത്തിന്റെ കഷ്ടതയിൽ വീണ്ടും ഉറച്ചു നിന്നുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടവനല്ല ഇത് എഴുതുന്നത്, പൂർണ്ണ പ്രത്യാശയിൽ നിൽക്കുന്ന യോഹന്നാൻ ആകുന്ന അപ്പോസ്തലൻ. അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന, നമുക്ക് വേറെ പലതും ചെയ്യാൻ കഴിയും ദൈവത്തിന്റെ ജനമേ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോൾ, ചില പ്രതിസന്ധികൾ നീണ്ടു നിൽക്കുമ്പോൾ അത് അതിജീവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനുള്ളവർ മാത്രമാണ്. കാരണം നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് താങ്ങുവാൻ സാധ്യമല്ല. അനുഗ്രഹം മാത്രം ചോദിച്ചു നിൽക്കുന്ന നമ്മൾ, യോഹന്നാൻ പ്രാർത്ഥിച്ച് കാണത്തില്ലേ അനുഗ്രഹത്തിനായി? യോഹന്നാൻ പ്രാർത്ഥിച്ച് കാണത്തില്ലേ വിടുതലിനായി? ആ വിടുതൽ ഓരോ വർഷവും കിട്ടാതെ വരുമ്പോൾ ഈ ദൈവത്തെ ഞാൻ സേവിച്ചത് വെറുതെ എന്ന് പറയാൻ ചാൻസ് ഇല്ലേ? അങ്ങനെ തള്ളിക്കളയാമായിരുന്നില്ല. ഞാൻ വെറുതെയാണ് ഈ ദൈവത്തിന് വേണ്ടി സേവിച്ചത്, ഞാൻ വെറുതെ ഇവിടെ തടവിൽ കിടക്കുന്നു.
പൗലോസിന് തടവ് സകലതും തുറന്നു കൊടുത്ത ഒരു ദൈവമാണ്. ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്യുന്നില്ല, എന്നെ ദൈവത്തിന് ഒരു പക്ഷേ ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നല്ലോ. അതൊന്നും ചിന്തിക്കാതെ ലെവലേശം സംശയമില്ലാതെ യോഹന്നാൻ അവിടെ നിന്ന് 10 വർഷം നമുക്ക് കിട്ടിയതോ ആ യോഹന്നാനിൽ കൂടുതൽ നമ്മുടെ പ്രിയരായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട്. സംബഡി ഹാസ് ടു പേ ദ പ്രൈസ്. അത് എപ്പോഴും മനസ്സിലാക്കി കാണണം. ആരെങ്കിലും വില കൊടുത്തേ മതിയാവും. സഭ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അനേകരുടെ രക്തത്തിന്റെ വില കൊണ്ട് തന്നെയാണ്. ആ വില കൊടുക്കാതെ വരുമ്പോൾ സഭ അധികമായി എന്താ പറയാ, ധനത്തിന്റെയും അധികാരത്തിന്റെയും അതിന്റെ മേൽ കിടന്ന് കുന്തളിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ വെളിപാടും വിട്ടുപോകും. പക്ഷെ ഈ കഷ്ടതയിൽ, ഈ സഹിഷ്ണുതയിൽ, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് യോഹന്നാന് ലഭിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെയും താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, താൻ ഏറ്റവും സ്നേഹിച്ച, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റാബ എന്ന് പറയുന്ന ആ വചനം എന്ന് പറയുന്ന ദൈവത്തിന്റെ വെളിപാട്. അത് വെറുതെ വരുന്നതല്ല അല്ലേ. നമ്മൾ പലപ്പോഴും ഈ വെളിപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഇതിലൂടെ കടന്നു പോകാൻ പറ്റുമോ? ആ സഹിഷ്ണുത നമുക്ക് സാധിക്കുമോ? അത് ചിന്തിക്കേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. കർത്ത ദിവസത്തിൽ. ഇവിടെ രണ്ടൂന്ന് പല സ്കോളേഴ്സ്, ബൈബിൾ സ്കോളേഴ്സ്, വചന പണ്ഡിതന്മാർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലും എൻ്റെ അഭിപ്രായം പറയാം. നിങ്ങൾ ഇതിലും നിങ്ങളുടെ സ്റ്റഡി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവർ പറയുന്നു, ചിലർ വിശ്വസിക്കുന്നു ഇതൊരു സൺഡേ ആയിരുന്നു. ഇത് സൺഡേ ആവാനുള്ള യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കാരണം ഈ ലോർഡ്സ് ഡേ എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ഈ ഞായറാഴ്ച, ഈ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധിക്കാൻ തുടങ്ങിയത് വളരെ വർഷങ്ങൾക്ക്, യോഹന്നാന്റെ കാലമൊക്കെ കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്ത്യാനികൾ സൺഡേ ആരാധിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ദൈവവിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരുന്നത് ശനിയാഴ്ചയായിരുന്നു. സബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു, സൺഡേ അല്ലായിരുന്നു. അപ്പോൾ ചിലരത് സൺഡേ അത് വിശ്വസിക്കുന്നു. അത് അപ്പാടെ അത് സൺഡേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു രസകരമായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ അന്ന് ഡൊമീഷ്യൻ എന്ന് പറയുന്ന റോമൻ ജനറൽ സ്വയം ദൈവമായിട്ടാണ് ആ ടൈറ്റിൽ കൊടുത്തത്. പുള്ളി സ്വയം ദൈവമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ കറുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ലോർഡ്സ് ഡേയിൽ ആ ദേശത്തുള്ള എല്ലാവരും വന്ന് ഈ ഡൊമീഷ്യന്റെ ഒരു ബിംബത്തിന് മുമ്പിൽ തല കുനിച്ച് ആരാധിക്കണം. അതാണ്, അങ്ങനെ ഒരു ദിവസം അവർ വെച്ചിരുന്നു. ഏത് സഭയിലും അവിടെയുള്ള ഏത് ദേശത്തുള്ള എല്ലാവരും വന്ന് തല കുനിച്ച് ഡൊമീഷ്യനെ ദൈവമായിട്ട് ആരാധിച്ചില്ലെങ്കിൽ അവരുടെ തല വെട്ടിക്കളയുമായിരുന്നു. അപ്പൊ അവർ പറയുന്നു ഇത് ആ ദിവസമായിരിക്കാം എന്നും പറയുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വെളിപാട് ലഭിച്ച ഒരാള്, അതായത് അവിടെ കിടക്കുന്നത് തന്നെ ഡൊമീഷ്യനോട് മുട്ട് മടക്കാത്തതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ പത്മോസ് ദ്വീപിൽ കിടക്കുന്നത്. ആ കിടക്കുന്ന ദിവസം തന്നെ വീണ്ടും ഡൊമീഷ്യന്റെ ദിവസത്തിനെ കുറിച്ച് സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ അഭിപ്രായമാണ്, ഇത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഇവന്റിൽ ആ ദിവസത്തിൽ യോഹന്നാനെ ആ പത്മോസ് ദ്വീപിൽ നിന്ന് ആത്മാവിൽ കൊണ്ടുപോയി സ്വർഗത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് യഹോവയുടെ ദിവസമായിരുന്നു. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട്, എന്താ പറയാ, ആ അൺവെയിലിംഗ്, അത് കാണിച്ചു കൊടുക്കാൻ പിതാവ് തീരുമാനിച്ച ഒരു സമയമായിരുന്നു. ദൈവം ഈ സമയത്തിനും ദിവസത്തിനൊക്കെ അതീതമാണ്. ഈസ് ഔട്ട്സൈഡ് സ്പേസ് ആൻഡ് ടൈം. പക്ഷെ യോഹന്നാനെ ആ ദിവസം ആ തലങ്ങളിൽ മാറി ആത്മാവിൽ കൊണ്ട് നിർത്തിയിട്ട് യോഹന്നാൻ അവിടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് കാണുന്നതാണ് എഴുതുന്നത്. അതുകൊണ്ട് ഈ ലോർഡ്സ് ഡേ എന്ന് എൻ്റെ അഭിപ്രായം, ഇത് സ്വർഗത്തിൽ കുറിച്ച ഒരു ദിവസമാണ്. തൻ്റെ മകനെ കുറിച്ച് വെളിപാട് കൊടുക്കുന്ന ദിവസവും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും 7 സഭകൾക്കും ഇനി അങ്ങോട്ടുള്ള ഓരോരുത്തരും വായിക്കേണ്ടതിനായിട്ട് പിതാവ് തീരുമാനിച്ച ഒരു ദിവസമാണ് ഈ ലോർഡ്സ് ഡേ. ആ ദിവസത്തിലാണ് യോഹന്നാൻ ആത്മാവിലാവുന്നത്. ഇത് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തയത്താര, സർദീസ്, ഫിലദൽഫിയ, ലാവോദിക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം
എൻ്റെ പുറകിൽ കേട്ടു. അപ്പോൾ ഒരു ചെറിയ ഒരു വിസ്പർ ഒന്നുമല്ല, ഇങ്ങനെ ശുശു സൗണ്ട് അല്ല, ഒരു കാഹളനാദം, പെരുവെള്ളത്തിൽ സ്വരമാണ് കേൾക്കുന്നത് യോഹന്നാന്റെ പുറകെ. പക്ഷെ പറയുന്നത് 7 സഭകളുടെ ഏഷ്യയിലുള്ള, അത് വീണ്ടും ഞാൻ പറയാം, ഇത് തുർക്കിയിൽ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന 7 സഭകളുടെ പേരുകളാണ്. അതെല്ലാം വളരെ അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന 7 സഭകളാണ്. അപ്പം ഇതില് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ സ്റ്റഡിയിൽ, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ 7 സഭ? അന്ന് ആ സമയത്ത് 100ഓളം സഭയുണ്ട്, 100ൽ പരം സഭകളുണ്ട്. അന്ന് അതിൽ വലിയ സഭകളുണ്ട്. യെരുശലേമിലെ സഭയൊക്കെ വളരെ വലിയ സഭയാണ്, വളരെ ശക്തമായ സഭയാണ്. എന്നാൽ യെരുശലേം എന്ന സഭയുടെ പേര് എടുക്കാതെ എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ 7 സഭകളോട് മാത്രം എഴുതി? ഇത് നമുക്ക് വരുന്ന ദിവസം നമുക്കിത് ചർച്ച ചെയ്യാം. പക്ഷെ ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് എഴുതി കുറിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്തുകൊണ്ടായിരിക്കാം ദൈവത്തിന്റെ ആത്മാവ് ഈ 7 സഭകളെ തിരഞ്ഞെടുത്തത്? വളരെ സ്പെസിഫിക് ആണ്. നേരത്തെ പറഞ്ഞ ആൽഫയും ഒമേഗയും അത് വെളിപാടിൽ മാത്രമല്ല, അത് 7 വട്ടം, വീണ്ടും ഞാൻ പറഞ്ഞില്ല, 7ന്റെ കണക്ക് തീരില്ല, 7 വട്ടം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ റെഫറൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിക്കാം. യെശയ്യാവ് 41:4, യെശയ്യാവ് 44:6, യെശയ്യാവ് 48:12, വെളിപാട് 1-ാം അധ്യായം 11, 1:17-18, വെളിപാട് 2-ാം അധ്യായം അതിന്റെ 8, വെളിപാട് 22-ാം അധ്യായം അതിന്റെ 13. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് കുറിച്ചിടുക, അത് വായിക്കുക. അപ്പൊ ഇത് പുതിയതായിട്ടുള്ള പെട്ടെന്ന് ഒരു ടൈറ്റിൽ അല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് അന്നേ ഉണ്ടായിരുന്ന പിതാവിന്റെ ടൈറ്റിലാണ്. വെളിപാടിൽ വരുമ്പോൾ അത് പുത്രനും കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് ഇതുവരെ ഇല്ലാതെ, അതായത് എന്തിനെക്കുറിച്ചാണ് ഇതുവരെ മറിഞ്ഞിരുന്ന യേശു ക്രിസ്തുവിന്റെ ആ രൂപം, ആ വിശ്വരൂപം കാണുന്ന ഒരു ഭാഗമാണ്. അതായത് യോഹന്നാന് ഒരു മഹാനാദം പുറകിൽ കേട്ടിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പൊ കണ്ടത് 7 നിലവിളക്കുണ്ട്, 7 ലാംപ് സ്റ്റാൻഡ്. ആ 7 ലാംപ് സ്റ്റാൻഡിന്റെ നടുവിൽ നില അങ്കി ധരിച്ച്, അതായത് വളരെ നീളമുള്ള ഈ അങ്കി ധരിച്ച് മാറത്ത് ഒരു പൊൻകച്ച, വേസ്റ്റിലല്ല, മാറത്ത് ഒരു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് ഒരു സദൃശനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. അപ്പൊ തലമുടി വെളുത്തതായിരുന്നു, ഹിമത്തോളം തലമുടി ഇങ്ങനെയായിരുന്നു, വളരെ വെളുത്തതായിരുന്നു. കാൽ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അതായത് യോഹന്നാൻ അവിടെ മരിച്ചവനെ പോലെ കിടക്കുമ്പോൾ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഈ കാണുന്ന മനുഷ്യപുത്രന്റെ ആ രൂപം വന്ന് സംസാരിക്കുന്നത്, പ്രിയ യോഹന്നാനെ, ഞാൻ നിന്റെ റാബായി എന്നല്ല. ആ ടൈറ്റിൽ കഴിഞ്ഞുപോയി, ആ സമയം കഴിഞ്ഞുപോയി. ഇപ്പോൾ സ്വർഗത്തിൽ, അതായത് പറഞ്ഞു, ഇത് സ്വർഗത്തിൽ നടക്കുകയാണ്. അവിടെ പോയി റാബായി എന്ന് വിളിക്കാൻ ഇല്ല. ആ ടൈറ്റിൽ മാറി, ആ യുഗം മാറി. ഇപ്പൊ ഇരിക്കുന്ന സിംഹാസനം ഇരിക്കുന്നത് ആദ്യനും അന്ത്യനുമായവൻ. അവന്റെ രൂപം തന്നെ ആകപ്പാടെ മാറിപ്പോയി. അത് നോക്കുവാൻ പോലും, നമുക്ക് ആ രൂപത്തെ നോക്കുവാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് അത് കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ ആയത്. അതുകൊണ്ടാണ് ആ പറയുന്നത്, ഇത് ആരാണ് വിളിക്കുന്നത്? ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. അതായത് യോഹന്നാൻ അവസാനം കാണുന്നത് മരിച്ച യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അവസാനമായി ആ ക്രൂശിന്റെ അടുത്ത് നിന്ന യോഹന്നാനാണ്. യോഹന്നാൻ ആ രംഗങ്ങൾ മനസ്സിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആൽഫയും ഒമേഗയുമായവൻ പറയുന്നു, ആ മരിച്ചവനല്ല, ഈ ജീവനുള്ളവനാകുന്നു. നിന്റെ ആ റാബായി അല്ല ഇപ്പൊ നിൽക്കുന്നത്, ആൽഫയും ഒമേഗയും. എന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. അവന്റെ കണ്ണിൽ തന്നെ അഗ്നിജ്വാല പോലെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടത്
ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും എഴുതാനാ പറയുന്നത്. അപ്പൊ എന്തൊക്കെ എഴുതണം? നീ കണ്ടത്, അതായത് ഇപ്പോൾ ഈ കണ്ടത് എന്താണ്? ഈ കാണുന്ന മനുഷ്യപുത്രന്റെ, ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ പുതിയ രൂപം, അതാണ് നീ കണ്ടത്. എന്തൊക്കെ എഴുതണം? പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി 7 സഭയ്ക്ക് ദൈവം പറയാനുള്ളതാണ്. ഇപ്പോൾ നടക്കുക, അത് കറന്റ് സഭയാണ്. ആ 7 സഭകളും കറന്റ്ലി അങ്ങനത്തെ സഭകളുണ്ട്, അവിടുത്തെ വിഷയങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നത്. ഇനി സംഭവിക്കാൻ ഉള്ളതും. ഇത് 3 കാര്യങ്ങളാണ് യോഹന്നാന് തുറന്നു കൊടുക്കുന്നത്. ഇതാണ് യോഹന്നാൻ എഴുതേണ്ടത്. അപ്പൊ ഇതൊന്നും യോഹന്നാൻ ഇമാജിൻ ചെയ്ത് എഴുതുന്നതല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് എഴുതിപ്പിക്കുകയാണ്. കാണിച്ചു കൊടുത്തിട്ട് യോഹന്നാൻ എഴുതുകയാണ്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും. അപ്പൊ ഇതിലും നിങ്ങൾക്ക് 7 കാര്യങ്ങൾ കാണാം അല്ലേ? ഈ മനുഷ്യപുത്രനെ കുറിച്ച് കാണിച്ച ആ വിഷൻ, അവൻ കണ്ടത് 7 കാര്യങ്ങളുണ്ട്. 1, തലമുടിയും തലയും. ഇത് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം. ഇതിലൊന്നും പുതിയതല്ല കേട്ടോ, ഇതെല്ലാം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്കിതിൽ ഓരോന്നിലും പോകാൻ സമയമില്ല, എന്നാൽ നിങ്ങൾ ആ റെഫറൻസ് എഴുതി നിങ്ങൾക്ക് വായിക്കാം. 1, തലമുടിയും തലയും. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവന്റെ കണ്ണുകൾ തീജ്വാലയ്ക്ക് സമമുള്ള കണ്ണുകൾ. അത് എബ്രായറിന്റെ 1-ാം അധ്യായം അതിന്റെ 13, 4:13. അതായത് യോഹന്നാൻ മാത്രമല്ല ഇത് കണ്ടിട്ടുള്ളത്, ദൈവത്തിന്റെ ദാസന്മാർ പല കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് യോഹന്നാൻ മാത്രം കണ്ടതല്ല, ഇത് പുതിയൊരു സംഭവമല്ല. ഇങ്ങനെ തന്നെയായിരുന്നു, ഈ ദൈവത്തിനെയാണ് നാം ക്രൂശിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ വെയിറ്റ് മനസ്സിലാവുന്നത്. ഈ ദൈവത്തിനെയാണോ അവരെല്ലാവരും കൂടെ ക്രൂശിച്ചത്? ഈ ദൈവമാണോ നമുക്ക് വേണ്ടി മരണപ്പെട്ടത്? ഈ ദൈവമാണോ നമുക്ക് വേണ്ടി കുഞ്ഞാടനെ പോലെ യാഗം കഴിച്ചത്? ഇത് അന്നും ഇന്നും ആദിനും അന്ത്യനുമായവൻ. അപ്പം ആ കണ്ണുകളെ കുറിച്ച് പറയുന്നത് എബ്രായർ 1:13, 4:13. ആ തീജ്വാലയ്ക്ക് സമമുള്ളത് 1 കൊരിന്ത്യർ 3:11, 13. മാലാക്കായുടെ 3-ാം അധ്യായം 2-ാം വാക്യം. പിന്നെ അവന്റെ കാലുകൾ. ആ കാലുകൾ യോഹന്നാൻ കുറെ കണ്ടതാണ് അല്ലേ? ആ ദേശത്തോടുടനീളം സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനെ കുറിച്ചും ആ കാലുകൾ കണ്ടപ്പോൾ എത്ര ആൾക്കാർ സന്തോഷിച്ചു കാണും. ആ കാലുകൾ തൊടുവാൻ എത്ര പേർ കൊതിച്ചു കാണും. അനുഗ്രഹത്തിന്റെ, സുവിശേഷത്തിന്റെ കാലുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന കാലുകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാണുന്ന കാലുകൾക്ക് എന്താണ് ഇപ്പൊ അവർ കാണുന്നത്? ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, അതായത് ബ്രാസ്. ഈ ബ്രാസ് എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രോൺസ് എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ, അത് ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. wherever the word bronze comes, it means judgment. ഇത് ആദ്യം നമ്മൾ കാണുന്നത് നമ്പേഴ്സ് ചാപ്റ്റർ 21-ൽ ഒരു താമ്ര സർപ്പത്തെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് ആദ്യം ഈ ബ്രോൺസ്. അവിടെയും ഒരു ജഡ്ജ്മെന്റ് സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ അനുസരണക്കേട് കാണിച്ചിട്ട് സർപ്പങ്ങൾ വന്ന് അവരെ കടിച്ച് അവർ മരിക്കാൻ തുടങ്ങുവാണ്. അവർ അലറി വിളിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഒരു താമ്ര സർപ്പത്തിനെ ഒരു കമ്പിന്മേൽ ഉയർത്തിപ്പിടിക്കാൻ. അതിലേക്ക് നോക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടും. ഇതിന്റെ പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നീട് നമുക്ക് കാണാം, നെഹുഷ്താൻ എന്ന പേരിൽ ആൾക്കാർ ഈ താമ്ര സർപ്പത്തെ പല കാലഘട്ടത്തിൽ ആരാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു രാജാവ്, പേര് മനസ്സിലായി, എസെക്കിയാണെന്ന് തോന്നുന്നു, അത് കത്തിച്ച് അത് കളയുന്നുണ്ട്. കാരണം ദൈവത്തെ മറന്ന് ഈ നെഹുഷ്താൻ അല്ലെങ്കിൽ ഈ താമ്ര സർപ്പത്തിനെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യമായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും അത് മനസ്സിലാവില്ല. എന്താണ് ഈ താമ്ര സർപ്പം? വേറെ എങ്ങും ഒരു സർപ്പത്തിനെ ഉയർത്തുന്നില്ല. താമ്ര സർപ്പത്തിനെ ഉയർത്തി അതിലേക്ക് നോക്കിയിട്ട് രക്ഷപ്പെടുമെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് പിന്നെ എന്റെ ക്ലൂ പറഞ്ഞു കൊടുക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ്. നിക്കോദീമോസോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ അന്ന് ആ താമ്ര സർപ്പത്തിനെ ഉയർത്തിയതുപോലെ ഉയർത്തി ക്രൂശിക്കപ്പെടും. അപ്പോൾ അവനിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷപ്പെടും എന്നുള്ളത്. അപ്പൊ അന്ന് കാണിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ആ കാലുണ്ടല്ലോ, അത് ലോകരാജ്യങ്ങളെ മെതിക്കാനുള്ള കാലാണ്, അവൻ വിധിക്കാനുള്ള കാലാണ്. ഇത് കാലിച്ചിരൊന്നും മാറി യോഹന്നാൻ ഒന്ന് മടിക്കും ഈ കാലിനെ ഒന്ന് തൊടുവാൻ. അപ്പോൾ വീണ്ടും സ്വരം, വോയിസ്, മെനി വാട്ടർ. എസെക്കിയേൽ 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, ഡാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. വീണ്ടും ഈ സ്വരം പുതിയതായിട്ട് കേൾക്കുന്നത് യോഹന്നാന് പുതിയതായിട്ട് തോന്നുമെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചകന്മാർ ഈ സ്വരം മുമ്പും കേട്ടിട്ടുണ്ട്. അവന്റെ വലം കൈയിൽ, അത് വളരെ ന്യൂ ആയിട്ടാണ്, 7
7 നക്ഷത്രങ്ങൾ അവന്റെ കയ്യിൽ, 7 ലാംപ് സ്റ്റാൻഡ്സ് അവന്റെ കയ്യിൽ. ഈ ലാംപ് സ്റ്റാൻഡ്സ് തന്നെയാണ് 7 നക്ഷത്രങ്ങളും. അവന്റെ മധ്യയാണ് ദൈവം നിൽക്കുന്നത്. അവന്റെ കയ്യിലുമുണ്ട്, അവന്റെ മധ്യയാണ് നിൽക്കുന്നത്. ഇത് രണ്ടും അവിടെ പറയുന്നുണ്ട്, അവരുടെ മധ്യയും അവന്റെ കയ്യിലും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മധ്യേ ദൈവമുണ്ട്. പക്ഷെ നമ്മൾ എവിടാന്ന് ചോദിച്ചാൽ നമ്മൾ പിതാവിന്റെ കയ്യിൽ തന്നെയാണ്. ദൈവത്തിന്റെ ജനം, ദൈവം സ്നേഹിക്കുന്ന ജനം, എല്ലാവരും ഞാൻ പറയുന്നില്ല, ദൈവം സ്നേഹിക്കുന്ന ജനം അവന്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ അവൻ നമ്മുടെ മധ്യയുണ്ട്. അതായത് നമുക്ക് വറി ചെയ്യേണ്ട, നമുക്ക് എന്ത് സംഭവിക്കും. നമ്മുടെ മധ്യേ വസിക്കുന്നവൻ യാഹോവേ സബാവോത്ത്, ഈ ദൈവമാണ് നമ്മുടെ മധ്യേ വസിക്കുന്നവൻ. ഇത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്റെ ദൈവം ആര് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പല സാഹചര്യങ്ങൾ നോക്കി പറയാൻ പറ്റും, സാഹചര്യമേ നിന്നെക്കാൾ വലിയവനാണ് എന്റെ മധ്യേ നിൽക്കുന്നത്, എന്റെ കൂടെ നിൽക്കുന്നവൻ യാഹോവേ സബാവോത്ത്. ഈ മനുഷ്യപുത്രനെ നിനക്ക് അറിയാമോ? അവന്റെ കണ്ണ് നീ കണ്ടിട്ടുണ്ടോ? അവന്റെ കാല് നീ കണ്ടിട്ടുണ്ടോ? അവന്റെ വലം കൈയിൽ ഇരിക്കുന്ന ആ ഇരുതലയാവുന്ന വാള് നീ കണ്ടിട്ടുണ്ടോ? ഇതാണ് എന്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തു. അത് ക്രൂശി കിടക്കുന്ന ഒരു യേശു ക്രിസ്തു അല്ല, അവൻ ഇതാ ജയാളിയായി, രാജാതി രാജാവായി, അവൻ എല്ലാത്തിലും മേലായി, എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു ആൽഫയും ഒമേഗയുമാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഈ പ്രതിരൂപം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ we will be weak in our beliefs, we will be weak in our circumstances. കാരണം ഇത് ആഴത്തിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ ഇത് കണ്ടിട്ട് മരിച്ചവനെ പോലെ കിടക്കുകയാണ്. പിന്നെ വായിൽ നിന്ന് ഇരുതലയാവുന്ന വാള്, എബ്രായർ 4:12 നമുക്കറിയാം ആ വാക്ക്. 4:12, എഫേസ്യർ 6:17, യെശയ്യാവ് 49:2. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇത് പുതിയൊരു കാര്യമല്ല. യെശയ്യാവ് 49:2 ഇത് എഴുതിയത് ഇരുതലയാവുന്ന വാള്. അത് ഇരുതലയാവുന്ന വാൾ ഏതാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അത് ദൈവവചനമാണ്. ഇന്ന് ഈ ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. The most powerful weapon is now in our hands. ഏറ്റവും ശക്തിയുള്ള, ഏത് സാഹചര്യത്തിനെയും തടുക്കുവാൻ കഴിയുന്ന, എന്തിനേയും മറിക്കുവാൻ സാധ്യമുള്ള ഏറ്റവും വലിയ വെപ്പൻ, ആയുധം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. The sword of the Spirit, the word of God. അത് ദൈവം നമുക്ക് തന്റെ മക്കൾക്ക് തന്നു. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കുവാൻ സാധ്യമുള്ളൂ. ഇത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കുക തന്നെ ചെയ്യും. പിശാചിനറിയാം, ഇവൻ എന്ത് പറഞ്ഞാലും ഇവന്റെ വലത് കയ്യിൽ ആ വാളില്ല. ആ വാളിനെയാണ് അവൻ ഭയക്കുന്നത്. സകല ആത്മാവിനെയും അത് ഭേദിക്കും, സകല മജ്ജകളെ വരെ അത് ഭേദിക്കും. ഇതിനെ തടച്ചു നിർത്തുവാൻ ലോകത്തിന് ഒന്നിനും കഴിയില്ല. ഇത് ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിക്കുവാൻ നിങ്ങൾക്കറിയാമോ? ഇത് ഉപയോഗിച്ചാൽ മതിയാവും. ഇത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുകയില്ല, അത് നിശ്ചയം. പക്ഷെ ഇത് എന്തിനാണ് ദൈവം ഉപയോഗിക്കുന്നത്? ഒന്ന്, അവിശ്വാസിയെ വിധിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ 12:48. ലോകത്തെ വിധിക്കുവാൻ ഇതേ വചനം വെച്ച് തന്നെ ഉപയോഗിക്കുന്നു. യെശയ്യാവ് 11:4. അന്തിക്രിസ്തുവിനെയും തകർക്കുന്നത്, അനേകമായി തീർക്കുന്നതും ഈ ഇരുതലയാർന്ന വാള് തന്നെ. 2 തെസ്സലോനിക്കർ 2:8. ഓക്കെ. പിന്നെ അവന്റെ മുഖം, അല്ലേ, അവന്റെ മുഖം ആർക്കും നോക്കാൻ പോലുമല്ലേ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. 3 പേര് ഇത് കാണുന്നുണ്ട്, പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. ആ ജോൺ ആണ് ഇവിടെ ഉള്ളത്. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ ആ മലയിൽ നിന്ന് ദൈവം 2 വ്യക്തികളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവന് അതിശയമായ ഒരു പ്രകാശത്തിൽ നിൽക്കുന്ന മഹിമയുടെ ഒരു പ്രകാശം അവന്റെ മുഖത്ത് തെളിയുന്നത് ഇവരെല്ലാവരും കണ്ടു. ഇവിടെ വീണ്ടും യോഹന്നാൻ, പക്ഷെ യോഹന്നാന് അത് നോക്കുവാൻ പോലും പറ്റുന്നില്ല. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എഴുതുക, അല്ലേ. അപ്പൊ 4:12, ദൈവത്തിന്റെ വചനവും ജീവനും ചൈതന്യവും ഉള്ളതായി 2 വായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആവുന്നു. ഇത് നമ്മുടെ കയ്യിലുണ്ടോ? ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം ഇത് തന്നിട്ട് ദൈവം വെറുതെ വീണ്ടും ദൈവം നമ്മളെ പറയാണ് ഇത് ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ദൈവത്തോട് നമ്മൾ നിലവിളിക്കുകയാണ്. ദൈവം പറയുന്നത് നിന്റെ കയ്യിലുണ്ട്, നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന ഇരുതല വാൾ നിന്റെ കയ്യിൽ തന്നെയുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ നാവിലുണ്ട്. അത് പ്രസ്താവിക്കുക. ഈ പ്രപഞ്ചം കേൾക്കും, ഞാൻ സൃഷ്ടിച്ചതെല്ലാം കേൾക്കും. എന്റെ വചനം നീ പറഞ്ഞാൽ മതി, അത് വിശ്വസിച്ച് പറഞ്ഞാൽ അത് മാറി നിൽക്കും.
പക്ഷെ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അതിനേക്കാൾ വലുതായി നമ്മൾ കാണുന്നു. ആ സാഹചര്യത്തോടെ പറയാണ്, ഇല്ല, നിന്നെ വിഴുങ്ങുവാനുള്ള ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പയുടെ വായിൽ നിന്ന് വരുന്ന ഇരതലെ വാളുന്ന വചനം, അത് നിന്നോട് ഞാൻ പ്രസ്താവിക്കും. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ആശ്രയവും ബലവും. ഇനി നമുക്ക് ഈ ദൈവത്തെ ശരിക്കും അറിയാമോ? നമ്മൾ പലപ്പോഴും എനിക്ക് വളരെ അതിശയമായി തോന്നിയ ഒരു കാര്യം, നമ്മളെ വെളിപാട് പഠിക്കാൻ വരുമ്പോഴും ആരും ഈ ഭാഗം പെട്ടെന്ന് കടന്ന് അവർ വീണ്ടും ചൈനയെക്കുറിച്ചും പല രാജ്യത്തിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റ് ആണ്. ഈ ദൈവം, ഇതിന്റെ പ്രതിരൂപം എന്താണ്? ഈ യേശുക്രിസ്തു ആരാ നമ്മുടെ ഹൃദയത്തിൽ പതിയാതെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ഈ യേശുക്രിസ്തു, ഈ കണ്ട ഈ മനുഷ്യപുത്രന്റെ ഈ സ്വരൂപത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ഇനി വരാനിരിക്കുന്നത് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നമ്മൾ മരിച്ചാലും മരിക്കുകയില്ല, നമ്മൾ അവന്റെ കൂടെ വാഴുക തന്നെ ചെയ്യും. എന്നാൽ വരാനിരിക്കുന്നതെല്ലാം പഠിച്ചിട്ട് ഈ ക്രിസ്തുവിനെ, ഈ യോഹന്നാൻ കണ്ട ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്നതെല്ലാം കാണാൻ പഠിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഈ ദൈവത്തെ അറിയുക, ഈ ദൈവത്തെ തന്നെ ആരാധിക്കുക. ഈ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട പ്രതിരൂപം. ഇത് മനസ്സിലാക്കാതെ, ഈ ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ദൈവത്തിന്റെ ജനത്തിനെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. പറയും ഇവിടെ അനുഗ്രഹമുണ്ട്, ഇവിടെ രോഗശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരോട് പറയുന്നില്ല ഇതാണ് നിന്റെ ദൈവം. ഈ ദൈവം വരുമ്പോൾ നിന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിശുദ്ധിയുടെ അങ്കി നീ സൂക്ഷിച്ചോ? ഞാൻ നിനക്ക് വില കൊടുത്ത്, എന്റെ മകന്റെ വില കൊടുത്ത്, മകന്റെ രക്തം കൊണ്ട് തന്ന അങ്കി എന്തുകൊണ്ട് നീ വൃത്തികേടാക്കി എന്ന് പഠിപ്പിക്കുന്നതിന് പകരം, അത് സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ മിനിസ്ട്രികൾ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ രോഗശാന്തിയുണ്ട്, ഇവിടെ അനുഗ്രഹമുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി. ഇവിടെ വരുന്ന ഈ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് ഓർത്തുകൊള്ളുക. നമുക്ക് യെശയ്യാവിന്റെ 6-ാം അധ്യായം 1 മുതൽ 5 വരെ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉസിയ രാജാവിന്റെ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറയുന്നു. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ ഈ സൈന്യങ്ങളുടെ രാജാവായ യഹോവയെ കാണുന്നുണ്ടോ? അതോ അത് വെറും ഒരു പടമായിട്ട് മനസ്സിലാക്കി വീണ്ടും ഓടുകയാണോ ഈ ലോകത്തിന്റെ പുറകെ? ഈ ദൈവത്തിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകും ഈ യെശയ്യാവ് പറയുന്നത് എന്താണ്. അയ്യോ എനിക്ക് കഷ്ടം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്റെ ആദരങ്ങൾ, എന്റെ അങ്കി, അതെല്ലാം ഞാൻ സൂക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള പെട്ടെന്നുള്ള ചിന്തയാണ്. അതുവരെ ഉണ്ടായിരുന്ന നിന്റെ വിശ്വാസം അതെല്ലാം അങ്ങ് ഒഴുകി പോവുകയാണ്. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ഇത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം, സറാഫുകൾ ആരാധിക്കുന്ന ദൈവം. സറാഫുകൾ പോലും അവർ കണ്ണുകൊണ്ട് തുറക്കുന്നില്ല, അവർ പാപം ചെയ്യുന്നില്ല, എന്നിട്ട് പോലും അവർക്ക് ഈ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് യെശയ്യാവ് ഇത് കാണുന്നത്. യെശയ്യാവ് വിളിച്ചു പറയുന്നു, അയ്യോ എന്റെ കണ്ണുകൾ ഈ ദൈവത്തിനെ കണ്ടുവല്ലോ. നമ്മൾ ദൈവത്തിനെ കാണണമെന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഈ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മാറ്റിയേ മതിയാവും. പക്ഷെ ഈ ദൈവത്തെ കാണുവാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ പഠിപ്പിക്കുകയില്ല, നമ്മൾ വിശുദ്ധിയുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുകയില്ല, ഫലം കായ്ക്കുന്ന മരങ്ങളാകും നമ്മൾ പഠിപ്പിക്കുകയില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ ആരാധനയ്ക്ക് വാ, ഇവിടെ സൗഖ്യം കിട്ടും, ഇവിടെ ഇത് കിട്ടും, ഇവിടെ അത് കിട്ടും. ഇതും അതും കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ അകക്കണ്ണുകൊണ്ട് ഈ ദൈവത്തിനെ കണ്ടിട്ടേ കാര്യമുള്ളൂ. ആ രാജ്യത്തിലേക്കാണ്, ആ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്കാണ് നീ പോകുന്നത്. ഈ സറാഫുകൾ ഏത് നേരം ആരാധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഈ ദൈവത്തിനെ കണ്ടിട്ട് വീണ്ടും ദൈവം വെറുത്തനെ വീണ്ടും പോയി കൈയെടുത്തിട്ട് അത് തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് കാര്യം?
ദൈവത്തിന്റെ ജനത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ വെളിപാട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. നിങ്ങൾ ബാക്കി ഏത് ഭാഗം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഈ ഭാഗം മനസ്സിലാക്കണം. ഈ മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ആൽഫയും ഒമേഗയാണെന്ന് മനസ്സിലാക്കണം. അവൻ ഒരു നാൾ വരും. അവൻ വരുമ്പോൾ ഒരു കാര്യം ചോദിക്കും നമ്മൾ ഓരോരുത്തരോടും, ഐ നോ യുവർ വർക്ക്സ്. നീ ചെയ്തതെല്ലാം എനിക്കറിയാം. നിന്റെ പ്രാർത്ഥനകൾ എനിക്കറിയാം എന്നല്ല പറഞ്ഞത്, നീ ചെയ്തതെല്ലാം എനിക്കറിയാം. പക്ഷെ നമുക്ക് ഭയമില്ല. എന്തുകൊണ്ട് നമുക്ക് ഭയമില്ല? ഈ ക്രിസ്തുവിനെ നമുക്ക് അറിയത്തില്ല. നമ്മൾ വീണ്ടും അടുത്ത ഞായറാഴ്ച ഇരുന്ന് പറയും, ബാ ബാ സൗഖ്യം ബാ. യെശയ്യാവ് ഇവിടെ കീബോർഡും ഡ്രംസിന്റെ ഇടയിൽ നിന്ന് കാണുന്നതാണല്ലോ. പത്മോസ് ദ്വീപിൽ വലിയൊരു കൊയർ ഉണ്ടായിരുന്നു. ആ കൊയർ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ആ കൊയർ പാടിക്കൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ പെട്ടെന്ന് മൂട് കയറി. അങ്ങ് ഇമോഷണൽ ഹൈ ആയിട്ട് കണ്ടതാണല്ലോ വെളിപാടിലെ ദൈവം. നമുക്ക് ഇന്നും ആരാധന എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വിശുദ്ധിയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോട്ടമില്ല. നമുക്കത് ലെവലേഷൻ നമ്മളെ ബാധിക്കുന്നുമില്ല. നമുക്ക് വേണ്ടത് അനുഗ്രഹവും സൗഖ്യവും. അത് മനസ്സിലാക്കിയിട്ട് സഭകളും ഓരോരുത്തരും വീണ്ടും വീണ്ടും അഡ്വർടൈസ് ചെയ്യും. ഇന്ന് ഇവിടെ വിടുതൽ. നമുക്ക് വേണ്ട ഏറ്റവും വലിയ വിടുതൽ എന്തോന്നറിയോ? നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ഈ സ്വർഗത്തിലെ വസിക്കുന്നവനെ കാണുവാൻ. അതൊന്ന് ചോദിക്ക്. ഈ ദൈവത്തിനെ എനിക്ക് കാണണം, ഈ വിശുദ്ധ ദൈവത്തെ എനിക്ക് കാണണം. പക്ഷെ എനിക്ക് യെശയ്യാവിനെ പോലും നിൽക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ എവിടാ നിൽക്കുന്നേ? എന്റെ അതിരത്തിൽ ശുദ്ധിയില്ലാത്ത അതിരമുള്ളവൻ. ഞാൻ ആറുകൂടെ വസിക്കുന്നേ? ശുദ്ധിയില്ലാത്ത അതിരമുള്ള മനുഷ്യങ്ങളുടെ നടുവിലാണ്. അതാണ് എപ്പോഴും ദൈവത്തെ കണ്ടാൽ ഉടനെ നമുക്ക് തോന്നുന്നത്. ആ വിചാരം തന്നെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിച്ചു തുടങ്ങും. നമ്മുടെ അങ്കി കഴുകണം എന്നുള്ള ചിന്ത നമുക്ക് വളരെ വന്നു തുടങ്ങും. അവന് മാത്രമേ പ്രതിസന്ധികൾ കടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവൻ വീണ്ടും അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ, അവന് സൗഖ്യം കിട്ടുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ വീണ്ടും വേറൊരു സഭ, പിന്നെ വേറൊരു സഭ, വേറൊരു വർഷിപ്പ്, വേറൊരു മിനിസ്ട്രി, അവൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവന് വേണ്ടത് കിട്ടുവാൻ. ഇത് വേണ്ടതെല്ലാം ഓൾറെഡി തന്നിരിക്കുന്നു അവന്റെ രക്തത്തിൽ. അവനിൽ സൗഖ്യമുണ്ടോ? ഉണ്ട്. പക്ഷെ അവനെ ആരാധിക്കുക ആത്മാവിനും സത്യത്തിലും. അത് മ്യൂസിക്കാന്ന് മാത്രം എന്നോട് പറയല്ലേ. നമുക്ക് മ്യൂസിക് ഇല്ലെങ്കിൽ ആരാധന വരത്തില്ലല്ലേ. മ്യൂസിക് ചെയ്യണമെന്നല്ല, ദൈവവചനമില്ലാത്ത ഒരു മ്യൂസിക് കാര്യമില്ല. ഈ ദൈവത്തെ കാണിക്കാത്ത ഒരു ആരാധനയും യാതൊരു കാര്യമില്ല. ഈ ദൈവത്തെ മനസ്സിലാക്കാതെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം അത് നമ്മൾ ആ രാജ്യത്തിലേക്ക് കയറത്തില്ല. സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, രാജ്യത്ത് കയറിയില്ല. ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ട്. 7 സഭ, അതിന് ഇപ്പം തന്നെ ഞാൻ പറയുവാണ്, ഈ എഴുതിയ 7 സഭകൾക്ക് ഒരു 7 ഡിസൈൻ എലിമെന്റ് ഉണ്ട്. ഈ 7 കത്തിലും 7 ഡിസൈൻ എലിമെന്റ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നിങ്ങൾ തലവയ്ക്കേണ്ടത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 1, ആ സഭയുടെ പേര്. 2, യേശുക്രിസ്തു തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്, സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്. പിന്നെ കമൻഡേഷൻ, അവരെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കമൻഡേഷൻ ഉണ്ട്. പിന്നെ കൺസേൺ ഉണ്ടെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ എക്സോർട്ടേഷൻ, അവരെക്കുറിച്ച് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനം പറയും. അല്ലെങ്കിൽ വേറൊരു അതിജീവിക്കുന്നവന് ഒരു പ്രത്യേകമായ വാഗ്ദത്തം. അത് എല്ലാ 7 കത്തിലുമുണ്ട്. ഏറ്റവും അവസാനം എല്ലാ 7 കത്തുകളും അവസാനിക്കുന്നത് ചെവിയുള്ളവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ 7 സഭകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ടർക്കിയിലുള്ള പടത്തിൽ പറഞ്ഞ പോലെ വളരെ അടുത്തടുത്തുണ്ടായിരുന്ന 7 സഭകളാണ്. പക്ഷേ നിങ്ങളുടെ ഹോംവർക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത ക്ലാസ്സിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം മുതൽ 20 വരെ വായിക്കുക. എഫേസ്യ സഭയിൽ എന്തൊക്കെ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. എഫേസ്യ സഭ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സഭയാണ്. കാരണം 3 ആത്മീയ ജയൻസ് ഉണ്ടായിരുന്ന സഭയാണ്. 1 പൗലോസ്, 2 തിമത്തി, 3 അവസാന നാളിൽ യോഹന്നാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സഭയുടെ ഒരു നിലവാരം എന്തായിരിക്കും. ഈ 3 പേര് അവരുടെ ലീഡേഴ്സ്. പൗലോസ്, തിമത്തി ഏകദേശം ബിഷപ്പ് പോലെ, ഇത് ഫസ്റ്റ് ബിഷപ്പ് എന്ന് പറയുകയാണെങ്കിൽ തിമത്തി എന്ന് പറയാം. അത് കഴിഞ്ഞ് യോഹന്നാൻ, യേശുക്രിസ്തുവിന്റെ അമ്മയും അവിടെ എഫെസസിൽ ഉണ്ടായിരുന്നു. അസാധ്യമായ മനുഷ്യർ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. 3 പേര്. അത് എനിക്ക് ആലോചിക്കാൻ വയ്യ അവിടുത്തെ ജനത്തിൻ്റെയൊക്കെ ലെവൽ എന്തായിരിക്കും എന്നുള്ളത്. ഇവർ 3 പേരാണ് അവരെ വഴികാട്ടിയത്. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തികൾ 18 മുതൽ 20 വരെയും എഫേസ്യരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ാം അധ്യായം. അപ്പൊ ഇത് ഏകദേശം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോണ്ടെക്സ്റ്റ് കിട്ടും. നമ്മൾ അടുത്ത ആഴ്ച ആ 7 ലെറ്റേഴ്സിലേക്ക് വരുവാണ്, 7 കത്തുകളിലേക്ക് വരുവാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഈ ഹോംവർക്ക് ചെയ്ത് വെച്ചേക്കാം. പക്ഷേ ഇന്ന് എടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. നിങ്ങൾ സമയമെടുത്ത് ദൈവം നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ.
ഈ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കി, എത്രത്തോളം മനസ്സിലാക്കി. നിങ്ങൾ ആ ഓരോ റെഫറൻസിൽ പോയി, ഇതായിരുന്നോ ഞാൻ ആരാധിച്ചിരുന്ന ക്രിസ്തു, ഇതായിരുന്നോ കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്, ആൽഫയും ഒമേഗയുമായിരുന്നവനാണോ അവൻ ഒരു വാക്കുപോലും മിണ്ടാതെ എനിക്ക് വേണ്ടി മരണം സ്വീകരിച്ചത്? അത് വളരെ വളരെ നമ്മുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കും. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ലാതെ വീണ്ടും അതേ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് ദൈവവചനം ഒരു വ്യത്യാസവും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ വയറുകൾ നമ്മുടെ ദൈവമാകുന്നു, അതിനെ കൊണ്ടുവരക്കാൻ നമുക്കറിയാം. നമുക്കൊരു ഫോർമുലയുണ്ട്, ആ ഫോർമുല തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അല്ലാത്തവൻ ക്രിസ്തുവിനെ മരിക്കാനും അവന് ഭയമില്ല. അവൻ വിളിച്ചു പറയും, സത്യം വിളിച്ചു പറയും. അവനെ സഭ എന്ത് ചിന്തിക്കുന്നോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നോ, എന്നെ തല്ലിക്കൊല്ലുവോ ഒന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. അവൻ സത്യത്തെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് ഈ വെളിപാട് ക്രിസ്തു അവൻ്റെ ഹൃദയത്തിലുള്ളത്. അത് പഠിപ്പിച്ചാൽ പോരാ, അത് ഹൃദയത്തിൽ തന്നെ ആഴണം. ഞാൻ പഠിപ്പിക്കുമ്പോഴും ഇത് എൻ്റെ മനസ്സിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് എന്ന് പറഞ്ഞാൽ ആരെയും തരം താഴ്ത്തിയൊന്നും നോക്കുന്നില്ല. ഓരോരുത്തരുടെയും യാത്രയാണത്, ആത്മീയ യാത്ര. ദിസ് ഇസ് മൈ പ്രെയർ. ഈ വെളിപാടിലെ ഈ ക്രിസ്തു നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാം. അപ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ മാറുന്നത്. ഈ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ, ഈ യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, അവൻ്റെ രണ്ടാം വരവിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് മനസ്സിലാക്കാതെ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വചന പണ്ഡിതരായിട്ടും യാതൊരു കാര്യമില്ല. നമ്മൾ ആ കൂട്ടത്തിലേ ഇല്ല, നമ്മൾ വേറെ കൂട്ടത്തിലാണ്. എന്നാൽ ഈ ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങൾ മാറ്റി, നമ്മുടെ അതരങ്ങൾ മാറി, നമ്മുടെ അടിമുടി മാറുമ്പോൾ, ആ ദൈവം തന്ന വിശുദ്ധരങ്കി നമ്മൾ സൂക്ഷിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ കൂടെ ആവുമ്പോൾ ഇനി വരാനിരിക്കുന്ന എന്തിനേയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയായ രാജാവ്. അപ്പോൾ ആ വിളി, യെശയ്യാവിനും വിളി പലർക്കും വരും. ആ വിളി നമുക്ക് യെസ് സർ എന്ന് പറഞ്ഞ് പോകും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നമ്മളെ വിശദീകരിക്കുന്ന ആര് തന്നെയാണ്? ദൈവത്തിന്റെ ആത്മാവൻ. നമുക്ക് സ്വയം വിശുദ്ധി കൊണ്ടുവരാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാ അവനെ ഒരു പ്രവൃത്തി, യെശയ്യാവിനെ ഒരു പ്രവാചകന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അവന്റെ നാവിനെ തൊട്ട് വിശുദ്ധീകരിക്കുന്നു. അത് ദൈവം അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ചെയ്യട്ടെ. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം, അത് യെശയ്യാവും യെരമ്യാവും പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കും ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും വളരെ റെസ്പെക്റ്റ് കൊടുത്ത് യെരമ്യാവ് പറഞ്ഞതൊക്കെ സ്വീകരിച്ചൊന്നും ഇല്ല. അന്നത്തെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരുന്നത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഒന്നും സംഭവിക്കില്ല. യെരമ്യാവ് വിളിച്ചു പറഞ്ഞു 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു വാള്, the sword, the pestilence and the famine. ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യെരമ്യാവ് തന്നെ ദൈവത്തോട് പറയുന്നു, ഈ ദൈവത്തിന്റെ പ്രവാചകന്മാർ പറയുന്നത് ഇതൊന്നും ദൈവത്തിന്റെ ജനത്തിന് സംഭവിക്കത്തില്ല. നമ്മൾ കേട്ടിട്ടില്ലേ? ഒന്നും സംഭവിക്കത്തില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഒന്നും സംഭവിക്കില്ല. അത് തന്നെ അന്ന് പ്രവാചകന്മാരെ വിളിച്ചു പറഞ്ഞു. യെരമ്യാവ് മാത്രം പറഞ്ഞു ഇത് 3 വരുന്നുണ്ട്. അവന്റെ വാള്, അവന്റെ ഫാമിൻ, അവന്റെ പെസ്റ്റിലൻസ്, ഇത് ദൈവ ജനത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ദൈവം പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഉമ്മ വെച്ചൊന്നുമില്ല. യെരമ്യാവിനെ കൊല്ലാനാണ് അവർ പ്ലാൻ ഇട്ടത്. എന്നാൽ ദൈവൻ ആ പ്രവാചകന്മാരോട് പറയുന്നുണ്ട് ഇത് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞവൻ അവൻ വാളുകൊണ്ടും ഈ പെസ്റ്റിലൻസ് കൊണ്ട് തന്നെ മരിക്കും. കാരണം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല, എൻ്റെ വാക്കുകൾ അവൻ്റെ ഇല്ല, അവൻ തന്നെ ഉണ്ടാക്കിയതാണത്. അതെനിക്ക് തോന്നുന്നു യെരമ്യാവിന്റെ 14-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ഈ വെളിപാട് നമ്മളെ ഒത്തിരി കാര്യങ്ങളിലേക്ക് തള്ളിവിടും. അത് ദൈവത്തിന്റെ ആത്മാവുള്ളവനും ദൈവത്തിന്റെ ഈ വിശുദ്ധിയുള്ള ഈ ദൈവത്തിന്റെ ഈ പ്രതിരൂപം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ദൈവം നമ്മൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ പ്രവർത്തനത്തിനായി അവൻ തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവത്തിന്റെ ആത്മാവ്. പക്ഷെ ഇന്നെടുത്ത ഭാഗം ദൈവത്തിന്റെ ജനമേ വീണ്ടും 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 വായിക്കുക. ഇതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, ആൽഫയും ഒമേഗയുമായവൻ. അതിലെ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവന്റെ തലമുടി മുതൽ അവന്റെ കണ്ണ് മുതൽ അവന്റെ കൈ, കാല് എല്ലാം ഒന്ന് വായിക്കുക. അത് വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, വലിയ വിടുതലുകൾ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ വേറെ ആരും കൈപോലും വെക്കേണ്ട നമ്മുടെ മേൽ ഇത് പ്രാർത്ഥിക്കുമ്പോഴും ഇത് മനസ്സിലാക്കും. നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വിടുതലുകളും സൗഖ്യവും കിട്ടും. അപ്പോഴാണ് അത് യഥാർത്ഥമായ ആരാധന എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥമായ ആരാധനയ്ക്ക് ഒരു കൊയറും വേണ്ട, ഒരു പാട്ടുകാരനും വേണ്ട. ഈ പത്മോസ് ദ്വീപിൽ ഏകനായി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ആ വെളിപാടിനെ ക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിതൊന്നും കിട്ടാതെ വരുമ്പോഴാണ്, യഥാർത്ഥ ആരാധന എന്തെന്നറിയാതെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ ആവശ്യം. കാരണം നമുക്ക് മൂഡ് വരുന്നില്ല എന്നും പറഞ്ഞ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതല്ല. ദൈവവചനം കൂടാതെ ഇനി എന്ത് ചെയ്താലും അത് യാതൊരു അർത്ഥമില്ല. അപ്പൊ ഈ വെളിപാടിലെ ക്രിസ്തുവിനെ, യെശയ്യാവ് കണ്ട ആ ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ഒന്ന് ആഴത്തിലൊന്ന് പഠിക്കാം. ഈ ക്രിസ്തുവിനെ എനിക്ക് അറിയാമോ?
ഇതിൻ്റെ കണ്ണ്, തലമുടി, ഇതൊക്കെ എന്താണ്? ഒന്ന് വായിച്ചു നോക്ക്. ദൈവത്തിലെ പ്രവാചകന്മാർ ഓൾറെഡി കണ്ടതാണ്. ഈ ദൈവത്തെ ഞാൻ കാണുന്നുണ്ടോ? ഞാൻ ആരാധിക്കുന്നുണ്ടോ? എൻ്റെ ആരാധന എങ്ങനത്തെ ആരാധനയാണ്? ഈ വെളിപാട് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് വായിക്കുന്നതോടെ ഇനി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിച്ചു തുടങ്ങും. കാരണം വരാനിരിക്കുന്ന ഇറ്റ് ഗെറ്റ്സ് വളരെ കുറച്ച് കഴിഞ്ഞ് അത് കാര്യങ്ങൾ നല്ലതാവുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ കഷ്ടതകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നല്ലതാകുന്നത്. പക്ഷേ എൻഡിങ് നമുക്ക് ഇപ്പോഴേ അറിയാം, ജയിക്കുന്നത് നമ്മുടെ രാജാതി തന്നെ. പക്ഷേ സഭയ്ക്കും നമുക്കും വേണ്ടത് സഹിഷ്ണുത. ഞാൻ പറഞ്ഞ പോലെ യോഹന്നാൻ 10 വർഷം, എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. എങ്ങനെ? അത് ദൈവത്തിന് ആകാവുള്ളവന് മാത്രമേ കഴിയുള്ളൂ. അവനെ എൻകറേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആർക്കറിയാം. മ്യൂസിക് ഉണ്ടായിരുന്നോ? ആർക്കറിയാം. ഏകനായി അവിടെ ഇരുന്ന ദൈവത്തെ ആരാധിച്ചു. നമുക്കത് കഴിയുന്നുണ്ടോ? മ്യൂസിക് അല്ല, നമുക്ക് സൺഡേ മ്യൂസിക് ഉണ്ട്. അത് കഴിയുമ്പോൾ, ആ മ്യൂസിക് തീരുമ്പോൾ, ഏകനായി നിൽക്കുമ്പോൾ, നിരാശയുടെ വക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ആരാധന. ആരാധിക്കണമെങ്കിൽ ഈ പ്രതിരൂപം നമ്മൾ കണ്ടിരിക്കണം, ഈ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇന്ന് വെളിപാടിൽ കൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും വന്നിരിക്കും. നമുക്ക് ഒന്നും കൂടെ ആഴത്തിലിറങ്ങി ഈ ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങൾ മാറും, അത് നിശ്ചയം. നേരത്തെ പറഞ്ഞ പോലെ 7 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വായിക്കുന്നവൻ, അതിൽ 3 ഇവിടെ തന്നെ ഇരിക്കുന്നു. അത് വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ. നമുക്ക് അനുഗ്രഹങ്ങളിലേക്ക് കയറാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പ, ഇന്ന് ആ വെളിപാടിലെ ക്രിസ്തുവിൻ്റെ രൂപത്തെ കാണിച്ചു തന്നതിന് അങ്ങേ സ്തുതിക്കുന്നപ്പ. അങ്ങ് ആരാണപ്പ? അങ്ങ് ആരാണ്? അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിതുമ്പുകൾ അത് ആ ആലയത്തിനെ നിറയ്ക്കുന്നു. അനേകർ അങ്ങ് ഈ ലോകത്തിൽ മനുഷ്യനായി നടന്നപ്പോൾ ഒരു വട്ടം തൊടാൻ വേണ്ടി അവര് ആഗ്രഹിച്ച് നടന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർ തൊട്ടതെല്ലാം ഈ ആൽഫയുടെയും ഒമേഗയുടെയും വസ്ത്രത്തിന്റെ ആ അറ്റം തന്നെ ആയിരുന്നു. ഓ മൈ ലോർഡ്, നമുക്ക് വേണ്ട സകല വിടുതലുകൾ, നമുക്ക് വേണ്ട സകല സൗഖ്യങ്ങൾ ആ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടാൽ മതി, നമുക്കത് ലഭിക്കും. പക്ഷെ നമ്മൾ തൊടാൻ നമ്മൾ ശ്രമിക്കാറില്ല, നമുക്ക് വിശ്വസിക്കാറുമില്ല. പക്ഷെ ഈ വെളിപാട് അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ തന്നെയാണ് ആൽഫയും ഒമേഗയും. 7 നക്ഷത്രങ്ങൾ എൻ്റെ കയ്യിൽ. നമ്മൾ ഓരോരുത്തരെയും അങ്ങയുടെ കയ്യിൽ വെച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ഈ വെളിപാട് നമ്മളെ ചേഞ്ച് ചെയ്യട്ടെ അപ്പാ. ഐ പ്രേ ഫോർ എവറി പേഴ്സൺ ലിസ്ണിംഗ് ടു യുവർ വോയിസ്. ലെറ്റ് ദെയർ ലൈഫ്സ് ബി ചേഞ്ച്. ഏത് പ്രതിസന്ധിയിലും ശക്തീകരിക്കുന്ന ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ഇരുതലയാവുന്ന വാളിറങ്ങട്ടെ. ലോകത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തെ ഓർത്തുകൊണ്ട് അവരെ ആരാധിക്കട്ടെ. ലെറ്റ് ദം ഓവർകം our Lord. Let the plans and schemes of Satan be destroyed as they use the double-edged sword against the kingdom of darkness. We are the children of light and we shall overcome. We thank you for this day. ഇന്ന് കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും, Lord, I know they are blessed. Let them go back and meditate on thy word. So they will, അവരുടെ അകക്കണ്ണുകൾ തുറന്ന് ഈ വെളിപാടിലെ ദൈവത്തിനെ കാണുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാൻ. Thank you, my Father, for the revelation of thy Son. We are worshiping an awesome God. May your blessings continue to be upon each one of us. In Jesus Christ, mighty and matchless name we pray.